Namaste, welcome to S for Science. Desire to succeed means nothing without the will to prepare. With this thought, let's start today. Today, we are going to learn the chapter Motion, which is the 8th chapter in NCERT Science textbook of class 9. Actually, this is the first chapter of physics of class 9. From the word motion itself, you know what is the meaning of motion, isn't it? It is merely movement. അല്ലേ? അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എന്ത് കാര്യവും മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. മോഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വേർഡാണ് അല്ലേ? എങ്ങനെയാണ് കോംപ്ലക്സ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മൂവ്മെന്റ് പല രീതിയിലുള്ളത് നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള മൂവ്മെന്റ് നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എയറിന്റെ മൂവ്മെന്റ് ആയിക്കോട്ടെ. എയർ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? പക്ഷെ എയറിന്റെ മൂവ്മെന്റ് നടന്നു നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മോഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചുറ്റിനും നടക്കുന്ന വേറെയും ചില മോഷൻസ് ഉണ്ട്. ഏതൊക്കെയാണത്? സർക്കുലേറ്ററി മോഷൻ, റൊട്ടേറ്ററി മോഷൻ, വൈബ്രേറ്ററി മോഷൻ, ഇതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ഉണ്ടാവും അല്ലെ? അങ്ങനെ പല തരത്തിലുള്ള മോഷൻ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അസ്യൂം ചെയ്യാം, നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ബസ്സിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ ആ ഒരു ഫീലിംഗ് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നു നമ്മളുടെ റോഡിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ട്രീ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ ട്രീ എന്തായാലും ഇമ്മൂവബിൾ ആണ് അല്ലേ? അപ്പോൾ അത് റെസ്റ്റിലാണെന്ന് പറയാം. പക്ഷേ നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ട്രീ പുറമോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും ട്രീ പുറകിലേക്ക് ട്രാവൽ ചെയ്തതായിട്ട് തോന്നും അല്ലേ? ട്രീ പുറകിലോട്ട് ട്രാവൽ ചെയ്യുന്നു, നമ്മൾ ഫോർവേഡ് മുമ്പിലോട്ട് ട്രാവൽ ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട് അല്ലേ? ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നു ആ ട്രീയുടെ അടുത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ പോകുന്നതായിട്ട് അയാൾ നമ്മളെ കാണുന്നു. അയാൾ നോക്കുമ്പോൾ നമ്മളുടെ ബസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ റെസ്റ്റിലിരിക്കുകയാണ് അല്ലെ? നമ്മൾ റെസ്റ്റിലിരിക്കുകയാണ്. നമുക്ക് എന്താണ് തോന്നുന്നത്? അയാൾ റെസ്റ്റിലാണ്. കാരണം മരത്തിന്റെ താഴെ നിൽക്കുന്നത് കാരണം അയാൾ റെസ്റ്റിലാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഈ രണ്ട് രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യാം. മോഷനെയും റെസ്റ്റിനെയും ഈ രണ്ട് രീതിയിലും ഇന്റർപ്രറ്റ് ചെയ്യാം അല്ലെ? ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ആകും നിങ്ങൾക്ക്. ഇത് നമ്മൾ ഔട്ടർ സ്പേസിൽ പോയെന്നിരുന്നുണ്ട്. ഔട്ടർ സ്പേസിൽ പോകുമ്പോൾ ഔട്ടർ സ്പേസിൽ നിന്ന് നമ്മൾ എർത്തിലേക്ക് നോക്കുമ്പോൾ എർത്തിന് ഒരു റൊട്ടേറ്ററി മോഷനുണ്ട്, റെവല്യൂഷണറി മോഷനുണ്ട്. അപ്പം എർത്ത് വൺ അറ്റ് എ ടൈം എന്താണ്? രണ്ട് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പം ഈ എർത്തിലുള്ള ഓരോ വസ്തുക്കളും, അതായത് ഓരോ ഒബ്ജക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ആണോ? പക്ഷെ നമ്മൾ എർത്തിൽ വന്നിട്ട് ആ ഓരോ ഒബ്ജക്ട്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് മൂവ് ചെയ്യുന്നുണ്ടാവോ? ഇല്ല അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ട്രീ നമ്മൾ ഔട്ടർ സ്പേസിൽ നിന്ന് ആ ട്രീ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ആ ട്രീ മൂവ് ചെയ്യുന്നതായിട്ട് അല്ലേ? കാരണം എന്താണ്? എർത്ത് മൂവ് ചെയ്യാണ്. അപ്പൊ എർത്തിനോടൊപ്പം ആ ട്രീയും മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എർത്തിലേക്ക് വന്നിട്ട് ആ ട്രീയെ ഒബ്സർവ് ചെയ്താൽ എന്താണ്? ആ ട്രീ അവിടെ റെസ്റ്റിലാണെന്ന് പറയും അല്ലേ? അപ്പൊ മോഷൻ നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ ഏത് രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, ആ ഒരു രീതിയിലാണ് മോഷനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. മോഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. പക്ഷെ ആ മൂവ്മെന്റ് ഒബ്സർവറിന്റെ കണ്ണിലൂടെ കാണുന്ന ആ ഒരു ഇന്റർപ്രിട്ടേഷനെയാണ് നമ്മൾ എന്ത് മോഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് മോഷനായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് അത് മോഷൻ ആകണമെന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്റർ മോഷനിലേക്ക് വരാം. ഇനി മോഷൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. റെസ്റ്റ്, പിന്നെ പൊസിഷൻ, പിന്നെ റെഫറൻസ് പോയിന്റ്, പിന്നെ ഒറിജിൻ. അതിനുശേഷം മാത്രമേ മോഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ഈ റെസ്റ്റ്, പൊസിഷൻ, റെഫറൻസ് പോയിന്റ് ഇതെല്ലാം മോഷനിൽ റിലേറ്റഡ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് റെസ്റ്റ് ആണ്. റെസ്റ്റ്, REST. എപ്പോഴാണ് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാന്ന് പറയുന്നത്? when an object doesn't move its position with respect to its surrounding with time. അല്ലേ? ടൈം പോകുന്നതനുസരിച്ച് അതിന്റെ സറൗണ്ടിങ്സിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് അല്ലേ? when the position of the object doesn't change with respect to its surroundings with time, then we can say it is at rest. അല്ലേ? അത് റെസ്റ്റിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലൊരു സ്റ്റഡി ടേബിൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സ്റ്റഡി ടേബിളിൽ നിങ്ങൾ ഒട്ടും തൊടാത്ത ഒരു ബുക്ക് അവിടെ ഉണ്ടെന്ന് ഇരുന്നോട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയാലും ആ ബുക്കിന്റെ പൊസിഷനിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബുക്ക് എങ്ങനെയാണെന്ന് പറയാം? നമുക്ക് റെസ്റ്റിലാണെന്ന് പറയാം അല്ലേ? ബിക്കോസ് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, അതിന്റെ സറൗണ്ടിങ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. വിത്ത് ടൈം നോക്കിയാലും അതിന്റെ പൊസിഷന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ റെസ്റ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ് പൊസിഷൻ?
ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പം ഇവിടെ പറഞ്ഞു പൊസിഷൻ ചേഞ്ച് ചെയ്തില്ല. അപ്പം എന്താണ് ഈ പൊസിഷൻ? പൊസിഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എൻ ഓബ്ജക്റ്റിനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു ഓബ്ജക്റ്റിനെ എവിടെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഓബ്ജക്റ്റ് ഇപ്പം നമ്മൾ ഇവിടെ ബുക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ ബുക്ക് നമ്മൾ എവിടെയാണ് വെച്ചിരുന്നത്? ടേബിളിലാണ് വെച്ചിരുന്നത്. അത് നമ്മുടെ സ്റ്റഡി ടേബിളിൽ. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായില്ലേ? റെസ്റ്റ് എന്താണെന്നും പൊസിഷൻ എന്താണെന്നും. ഇനി നമ്മൾ പറയുന്നത് റെഫറൻസ് പോയിന്റ് ആണ്. ഓക്കെ, റെഫറൻസ് പോയിന്റ്. ഓക്കെ, എന്താണ് ഈ റെഫറൻസ് പോയിന്റ്? റെഫറൻസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബുക്കിന്റെ പൊസിഷൻ പറഞ്ഞത് സറൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്തിട്ടാണ് അല്ലേ? ബുക്കിന്റെ പൊസിഷൻ പറഞ്ഞത് സറൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്തിട്ടാണ്. ആ സറൗണ്ടിങ് എന്ന് പറയുന്നതാണ് അതിന്റെ റെഫറൻസ് പോയിന്റ്. മനസ്സിലായോ? ആ സറൗണ്ടിങ് ആണ് അതിന്റെ റെഫറൻസ് പോയിന്റ്. കമ്പയറിംഗ് വിത്ത് ദ സറൗണ്ടിങ്സ് when we locate something we can say it is the reference point. Okay, ആ സറൗണ്ടിങ്സിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അതിന്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങളോട് അമ്മ പറയാണ് കിച്ചണിൽ പോയിട്ട് ഒരു ബ്ലൂ കളറിലെ കണ്ടെയ്നർ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരാൻ. അപ്പൊ നിങ്ങളോട് ആ ബ്ലൂ കളറിലെ കണ്ടെയ്നർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഓടിപ്പോയി കിച്ചണിലെത്തും. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ കുറേ ബ്ലൂ കളറിലെ കണ്ടെയ്നേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയോട് വിളിച്ച് ചോദിക്കുക, അമ്മേ എവിടെയാണ് ഈ ബ്ലൂ കളറിലെ കണ്ടെയ്നർ ഇരിക്കുന്നത്, ഏത് സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്? അപ്പോൾ അമ്മ പറയും സ്റ്റൗവിൻ്റെ റൈറ്റ് സൈഡിലിരിക്കുന്ന ബ്ലൂ കളറിലെ കണ്ടെയ്നർ എടുത്തുകൊണ്ട് വരാനാ പറഞ്ഞതെന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പൊസിഷൻ കിട്ടി, വിത്ത് റെസ്പെക്ട് ടു ഒരു സറൗണ്ടിങ് കിട്ടി അല്ലേ? ഒരു ലൊക്കേഷൻ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്റ്റൗവിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ സ്റ്റൗ എന്നുള്ളത് എൻ്റെ സറൗണ്ടിങ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ആ സറൗണ്ടിങ് ആണ് നമ്മളതിൻ്റെ പൊസിഷൻ പറഞ്ഞത്. ഇപ്പം ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റ് കിട്ടി, പൊസിഷൻ കിട്ടി, റെഫറൻസ് പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇനി പഠിക്കാനുള്ളതാണ് നമുക്ക് മോഷൻ. അപ്പോൾ മോഷനിലും ഈ റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ ഈസ് എ ഫിനോമിന ഇൻ വിച്ച് an object moves with respect to its surroundings over time. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മൂവ്മെന്റ് തുടങ്ങുമ്പോൾ, അതായത് ആ പോയിന്റിൽ നിന്നും എപ്പോഴാണ് മൂവ് ചെയ്ത് തുടങ്ങുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിൻ. റെഫറൻസ് പോയിന്റ് മോഷനിൽ നമ്മൾ പറയുമ്പോൾ ഒറിജിൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഒറിജിൻ. റെഫറൻസ് പോയിന്റ് തന്നെയാണ് ഒറിജിൻ, ഒറിജിൻ തന്നെയാണ് റെഫറൻസ് പോയിന്റ്. റെഫറൻസ് പോയിന്റ് നമുക്ക് എപ്പം ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്കും ഉണ്ടാവും, മോഷനിലിരിക്കുന്ന ഒരു ബോഡിക്ക് നമുക്ക് റെഫറൻസ് പോയിന്റ് പറയാൻ പറ്റും. ഒറിജിൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഏത് പോയിന്റിൽ നിന്നുമാണ് മൂവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഒറിജിൻ ഈസ് ദ റെഫറൻസ് പോയിന്റ് ഫ്രം വെയർ ദ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, പൊസിഷൻ എന്താണെന്ന് മനസ്സിലായി, റെഫറൻസ് പോയിന്റ് എന്താണെന്ന് മനസ്സിലായി, ഒറിജിൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഈ വേർഡ്സ് എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഡെഫിനിഷൻസ് അല്ല ആക്ച്വലി വേണ്ടത്, നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഫിസിക്സ് ശരിക്കും ഒരു ബോറിംഗ് സബ്ജക്റ്റോ ഒരു ടഫ് സബ്ജക്റ്റോ ഒന്നുമല്ല. ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, വളരെ ഈസി സബ്ജക്റ്റാണ്. പക്ഷെ നിങ്ങൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എന്ത് പഠിച്ചാലും ആ ഒരു സിസ്റ്റമാറ്റിക്കലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബുക്ക് ടേബിളിൻ്റെ ഏത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണോ റൈറ്റ് ഹാൻഡ് സൈഡിലാണോ അത് അതിൻ്റെ പൊസിഷൻ. അപ്പം റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ സറൗണ്ടിങ്, എവിടെയാണ് ടേബിളിൽ വെച്ചിരുന്നതാണ് അതിൻ്റെ സറൗണ്ടിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് റെസ്റ്റ് എന്താണ്, പൊസിഷൻ എന്താണ്, റെഫറൻസ് പോയിന്റ് എന്താണ്, ഒറിജിൻ എന്താണ്. ഒറിജിൻ എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഒറിജിൻ എന്ന് പറയുന്നത് ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ, അതായത് റെസ്റ്റിൽ നിന്നും ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒറിജിൻ എന്ന് പറയുന്നത്. ഈ റെഫറൻസ് പോയിന്റിന് ഒരു എക്സാമ്പിൾ കൂടി പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നും കൂടി ക്ലിയർ ആകും. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു ന്യൂ സ്റ്റുഡൻറ്റ് വരുന്നു. അപ്പോൾ ആ ന്യൂ സ്റ്റുഡൻറ്റിന് നിങ്ങളുടെ സ്കൂളിൻ്റെ ലൊക്കേഷൻ അറിയില്ല. അപ്പോൾ നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു ആ സ്കൂളിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുക? നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്കൂളിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ റോഡിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒന്നുകിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാകാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആകാം അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു റോഡിൽ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ഒരു ലൊക്കേഷനെ വെച്ചിട്ട് നിങ്ങൾ പറയും ഇന്ന പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്യുക, അതായത് 5 കിലോമീറ്റേഴ്സ് പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അവിടുന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾ ലൊക്കേഷൻ പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു ലാൻഡ് മാർക്കില്ലേ, അതായത് ഫോർ എക്സാമ്പിൾ പോലീസ് സ്റ്റേഷൻ ആയാലും വെജിറ്റബിൾ മാർക്കറ്റ് ആയാലും ഹോസ്പിറ്റൽ ആയാലും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആയാലും ആ ലാൻഡ് മാർക്കിനെയാണ് നമ്മളുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി
അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മെഷറബിൾ ആയിട്ടുള്ള എന്തൊരു ക്വാണ്ടിറ്റിയെയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. അതായത് ഇപ്പൊ നമുക്ക് ഒരു ആപ്പിളിന്റെ വെയിറ്റ് നമുക്ക് നോക്കാൻ പറ്റും അല്ലെ. ആപ്പിളിന്റെ വെയിറ്റ് നമുക്ക് നോക്കിയിട്ട് ഇത്ര ഗ്രാം ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ 20 ഗ്രാംസ് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ ഒരു 5 ആപ്പിൾ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ പറയുന്നു 1 കിലോഗ്രാം ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ആ ഒരു വെയിറ്റ്, അതായത് ആ ഒരു മാസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഒരു നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ വെള്ളം നമ്മൾ ബോയിൽ ചെയ്യുന്നു. അപ്പോൾ ആ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. വാട്ടറിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റും 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, തെർമോമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, നമ്മൾ ഒരു പേനയുടെ ലെങ്ത്, ഈ ഒരു പേനയുടെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് മെഷർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും എത്രയാ, 8 to 9 സെന്റിമീറ്റർ ആണ്. അപ്പം ഇവിടെ 9 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽസ്, ന്യൂമറിക്കൽ ഫോമിൽ മെഷർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മളൊരു പൂവിനെ കണ്ടിട്ട് അത് നല്ല നല്ല ഭംഗിയുള്ള പൂവാണ്, ആ ഭംഗിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? അബ്സ്ട്രാക്ട് നൗൺസ് ഒന്നും നമുക്ക് മെഷറബിൾ അല്ല അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു, ഈ ഭയങ്കരമായിട്ട് സന്തോഷം വന്നതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് വളരെ സങ്കടം വന്നു എന്ന് പറയുന്നു, ആ സങ്കടത്തിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതൊന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ല. അപ്പം നമുക്ക് മെഷർ ചെയ്ത് നമുക്കിങ്ങനെ ന്യൂമറിക്കൽസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, 2 types of physical quantities are there. One is scalar. Have you heard of scalar? And the other one is vector. Okay, scalar ഉം vector. അപ്പം സ്കെലാർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി സ്കെലാറിൽ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്താൽ അത് സ്കെലാർ ആണ്. അതേസമയം വെക്ടർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സ്പെസിഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിൽ സ്കെലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റി ഇത്രയും മാത്രം അറിയുന്നാൽ മതി. അതായത് സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി എക്സ്പ്രസ് ചെയ്യാൻ. ഇവിടെ 1 kg ഓഫ് ആപ്പിൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പം അവിടെ 1 kg ഓഫ് ആപ്പിൾ പറയുമ്പോൾ തന്നെ സ്പെസിഫൈഡ് ആണ് എന്ത്? 1 kg ഓഫ് ആപ്പിൾ ആണ്. അപ്പം അതിൽ ഡയറക്ഷൻ പറയേണ്ട കാര്യം വരുന്നില്ല. അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നു. അവിടെയും നമ്മൾ എന്ത് പറയേണ്ട കാര്യമില്ല, ഡയറക്ഷൻ പറയേണ്ട കാര്യമില്ല. ഈ ഡയറക്ഷനിലാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ പൊസിഷൻ പറയണം. നിങ്ങളൊരു സ്റ്റോപ്പിൽ ഒരു ഫ്രണ്ടിനെ കാത്ത് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് വണ്ടിയിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് പറയും? നിങ്ങൾ ഇന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾ ഒരു 1 കിലോമീറ്റർ മുമ്പിലോട്ട് വരുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്, അതിൻ്റെ സൈഡിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറയും അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ, അതായത് ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കണം, ഡയറക്ഷനും ഉണ്ടായിരിക്കണം അതിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്കെലാറും വെക്ടറും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് 9th പഠിക്കാനായിട്ട് സ്കെലാറിനെയും വെക്ടറിനെയും പറ്റി. ഇതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ടൈം, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ. ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഡിസ്റ്റൻസും ടൈമും. ഇതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്നതാണ് ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസും ടൈമും ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ബാക്കിയുള്ളതെല്ലാം ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്നാലും അത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെയാണ്. നമുക്ക് എന്താണ് ന്യൂമറിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം സ്പീഡ് ആയാലും വെലോസിറ്റി ആയാലും ആക്സിലറേഷൻ ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ ഡിസ്റ്റൻസ് ആൻഡ് ടൈമും ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്.
അതായത് ബേസിക് ഫോമിലാണ്. ഇനി ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല. അതായത് അതേസമയം ഡിസ്റ്റൻസും ടൈമും വെച്ചിട്ടാണ് സ്പീഡും വെലോസിറ്റി ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. സ്പീഡ് ആയാലും വെലോസിറ്റി ആയാലും ആക്സലറേഷൻ ആയാലും ഡിസ്റ്റൻസും ടൈമും വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസും ടൈമും ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ബാക്കിയുള്ളവ ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം മതി നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിലേക്ക്. ബാക്കിയുള്ളത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. Now I hope you are clear about rest, position, reference point and what is motion, and also about the origin. Now we have to learn about distance and displacement. Let us see what is distance and what is displacement and the difference between distance and displacement. ഈ ചാപ്റ്ററിൽ നമ്മൾ ആക്ച്വലി എന്താണ് പഠിക്കുന്നത്? മോഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മോഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് മോഷൻ ഉണ്ടെന്ന് പറഞ്ഞു. റൊട്ടേറ്ററി മോഷൻ ഉണ്ട്, വൈബ്രേറ്ററി മോഷൻ ഉണ്ട്, സർക്കുലേറ്ററി മോഷൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മോഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ നമുക്ക് പഠിക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് മോഷനാണ്. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന മോഷൻ. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോഷനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ആദ്യം പഠിക്കാനുള്ളത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്നാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഡിസ്റ്റൻസ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. Now, as it is a straight line motion, let us consider an object moving from this point, say A, to another point, say B. Okay, from this point to this point, an object is moving. So let the length of this A to B be 100 kilometer. Okay, the length of A to B be 100 kilometer. After reaching B, the object traveled back. Okay, the object traveled back and it reached C, the point C. Let the length of BC be 25 kilometer. Okay, the length of BC be 25 kilometer. Now we can say the total length traveled by the object is 100 kilometer plus 25 kilometer, that is 125 kilometer. Okay, the total length. Okay, total length traveled by the object is equal to 100 kilometer plus 25 kilometer, that is 125 kilometer. So this is the distance traveled by the object. Okay, distance traveled by the object is the total length or the total length of path covered by the object. Now about displacement. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് പറയാൻ പറ്റുമോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്തു, അതിനുശേഷം സിയിലേക്ക് വന്നു. അപ്പോൾ സിയിലെ പൊസിഷൻ, അതായത് പൊസിഷൻ ചേഞ്ചിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, the shortest distance between the initial position and the final position. Okay, the shortest distance between the initial position and the final position is the displacement. Displacement is the shortest distance measured from the initial position to the final position. That is, ഇവിടെ total distance travel ചെയ്ത് എത്രയായിരുന്നു? 100 kilometers ആണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ട്രാവൽ ചെയ്ത് 25 kilometers ആണ്. അപ്പോൾ അതിന്റെ ഫൈനൽ പൊസിഷൻ സിയിലാണ്. അപ്പം എ സി എന്ന് പറയുന്നത് എന്താണ്? 100 minus 25, that is 75 kilometers. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഫസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ആൻ ഓബ്ജെക്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് ഡയറക്ഷൻ വേണ്ട. ഓക്കെ, ഡിസ്റ്റൻസ് ഡസന്റ് നീഡ് എനി ഡയറക്ഷൻ, ഓൺലി ക്വാണ്ടിറ്റി ഈസ് നീഡഡ് ഫോർ എക്സ്പ്രസിംഗ് ദ ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സ്കെലാർ ക്വാണ്ടിറ്റി. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് നീഡ് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടം വരെ വന്നിട്ട് അത് തിരികെ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ്, അത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് അത് വന്ന വഴിയെ ട്രാവൽ ചെയ്യാണ്, അത് തിരിച്ച് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ വേണം, കാരണം അതിന്റെ ഫൈനൽ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്ഷൻ ആവശ്യമാണ്. So it is a vector quantity.
In a vector quantity, we need magnitude and direction. So displacement also need magnitude as well as direction. So distance is a scalar quantity and displacement is a vector quantity. That is the second difference. ഇനി പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് പ്രോബ്ലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് ആർ ഓൾവേസ് പോസിറ്റീവ്. ദ വാല്യൂ ഓഫ് ഡിസ്റ്റൻസ് ആർ ഓൾവേസ് പോസിറ്റീവ്. ഇറ്റ് ക്യാൻ നെവർ ബി നെഗറ്റീവ് ഓർ സീറോ. അതായത് ഈ ഒരു കിട്ടുന്ന വാല്യൂ ഇല്ലേ, നമ്മൾ അത് മെഷർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എന്താണ് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ ആൻ ഓബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ലെങ്ത് ആണ്. അപ്പം ടോട്ടൽ ലെങ്ത് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് വാല്യൂസേ തരുള്ളൂ. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് നെഗറ്റീവും ആകാം, പോസിറ്റീവും ആകാം, സീറോയും ആകാം. അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എയിൽ നിന്ന് നമ്മൾ ജേർണി തുടങ്ങി. അപ്പോൾ എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ ബിയിലെത്തി. ഓക്കെ, ബിയിലെത്തിയിട്ട് നമ്മൾ തിരികെ ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ട്. സി എന്നുള്ള പോയിന്റ് ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ബിയിലെത്തിയിട്ട് നിങ്ങൾ തിരികെ വരികയാണ്. ഇവിടെ വരെ എയിൽ വരെ എത്തുമ്പോൾ എന്തായി? നിങ്ങൾ അങ്ങോട്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചു, ഇങ്ങോട്ടും 100 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? 100 മൈനസ് 100 0. അപ്പോൾ നിങ്ങൾ ഇവിടെ മുതൽ ഇവിടെ വരെ ട്രാവൽ ചെയ്തിട്ടുള്ളായിരുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ്? 100 ആണ്. ഇനി നിങ്ങൾ ബി എന്ന പൊസിഷനിൽ നിന്ന് തിരികെ നിങ്ങൾ എയിലേക്ക് വീണ്ടും വന്നു. അതുകൊണ്ട് എന്തായി? നിങ്ങളുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് 100 കിലോമീറ്റർ എന്നുള്ള അങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റിൽ നിന്നും നിങ്ങളുടെ ഫൈനൽ പൊസിഷൻ വീണ്ടും എയിൽ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. അപ്പൊ നിങ്ങൾ എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ എന്തായി? അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0. കാരണം ഒറിജിനിലാണ് നിങ്ങൾ വീണ്ടും വന്നത്. ഒറിജിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും 0 ആണ്. മനസ്സിലായോ? അപ്പം ഇവിടെ ഇത് 0 ആകാം. ഇനി നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് ട്രാവൽ ചെയ്തു. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തി, ബിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നാൽ മാത്രം, തിരിച്ചു വന്നതിന് ശേഷം ഇനി നിങ്ങൾ ഈ 0യിൽ നിന്നും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആകും ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ ഡിസ്റ്റൻസ് കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ എയിലാണ്. എയിൽ നിന്നുമാണ് നമ്മൾ റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവും, ലെഫ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തൊക്കെയാകാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. പക്ഷേ ഡിസ്റ്റൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ തരികയുള്ളൂ. ആൻഡ് ദ ഫോർത്ത് ഡിഫറൻസ് ഈസ് ദാറ്റ് distance gives the route information followed by the object while traveling from one point to another. Okay, detailed route information can be obtained from the distance, but in displacement it is the shortest distance, so it can't give the detailed route information. Now let us see the difference once again. Distance is the total length of the path traveled by an object, but displacement is the shortest distance covered or measured between the initial and final position of the object. Distance is a scalar quantity while displacement is a vector quantity. Distance can have only positive values, but displacement can be negative, positive or 0. And the last difference is that distance gives the detailed route information of the path traveled by the object, while displacement doesn't give the detailed route because it is the shortest distance measured between the final and the initial position. So it can't give the detailed route information. So these are the difference between distance and displacement. So displacement is a new word to you, but I hope that it is clear to you what is displacement and what is the concept behind displacement. അല്ലേ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കാര്യം ഇപ്പം ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതിന്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും 2-3 എക്സാമ്പിൾസ്, അതായത് പ്രോബ്ലം വൈസ് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് 8 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, 8 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എന്നിട്ട് സൗത്തിൽ ഈ 8 കിലോമീറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് ഈസ്റ്റിലേക്ക് ഒരു 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ട്രാവൽഡ് ബൈ ദ ഓബ്ജക്റ്റ് ആണ്.
അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 8 കിലോമീറ്ററും പിന്നെന്താണ് 6 കിലോമീറ്ററും. അപ്പോൾ ടോട്ടൽ എത്രയായി? 14 കിലോമീറ്റർ. ഇവിടെ 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് വരും അല്ലേ? അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് ഈ രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് എ ആയിക്കോട്ടെ, ഇത് ബി എന്നുള്ള പോയിന്റ്, ഇത് സി എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ബി ആൻഡ് സി, ഇത് എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? അപ്പം എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ ബി എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ആണ്. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് എന്താണ്? ബി സി സ്ക്വയർ ഈസ് 6 സ്ക്വയർ, ദാറ്റ് ഈസ് 64 പ്ലസ് 36, ദാറ്റ് ഈസ് 100 അല്ലേ? അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 ആൻഡ് എ സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 100, ദാറ്റ് ഈസ് 10. അപ്പം ഈ ഒരു ലെങ്ത് എത്രയാണ്? അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 10 കിലോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 10 കിലോമീറ്റർ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? 14 കിലോമീറ്റർ. ഇപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലായോ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്? അതായത് നമുക്ക് ഇവിടെ ഒരു എൽ ഷേപ്പിൽ ട്രാവൽ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എളുപ്പമാണോ? ഇത്തിരി പാടെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തന്നിരിക്കുന്ന സിറ്റുവേഷനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തോന്നും. പിന്നെ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാപ്പിൽ എപ്പോഴും നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഓർക്കണം. മുകളിലേക്ക് നോർത്തും താഴേക്ക് സൗത്തും ആണ് പറയുന്നത്. നോർത്തിൻ്റെയും സൗത്തിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈസ്റ്റ് ആണ് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെസ്റ്റ്. ഓക്കെ, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, മുകളിൽ നോർത്ത്, താഴെ സൗത്ത്. ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഡയറക്ഷൻ പറയുന്നത് എളുപ്പം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ആണെന്ന് കരുതുക. ഓക്കെ, ഒരു സ്ക്വയറിലാണ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെന്ന് കരുതുക. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ എ എന്നും ഇത് ബി, ഇത് സി, ഇത് ഡി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ക്വയർ ആണെന്ന് ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലോ. ഇതിന്റെ സൈഡിന്റെ ലെങ്ത് 5 കിലോമീറ്റേഴ്സ് ആണ് ഇരുന്നോട്ടെ. ഓക്കെ, 5 കിലോമീറ്റേഴ്സ്. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 5 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ സൈഡിന്റെ ലെങ്ത്. ഇനി ഈ 5 കിലോമീറ്റേഴ്സ് ഉള്ള ഈ ഒരു സ്ക്വയറിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണ്. നമ്മൾ എയിൽ നിന്നുമാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. 1.5 റൗണ്ട് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ 1.5 റൗണ്ട് കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്നും തുടങ്ങി വീണ്ടും നമ്മൾ എയിലെത്തുമ്പോൾ ഒരു റൗണ്ട്. ഹാഫ് റൗണ്ട് എന്ന് പറയുമ്പോൾ എയിൽ നിന്നും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സിയിലെത്തുമ്പോൾ ഹാഫ് റൗണ്ട് ആയി. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്ക്വയറിലോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിലോ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിന്റെ പെരിമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, പെരിമീറ്റർ. ഒരു കംപ്ലീറ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിന്റെ പെരിമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെരിമീറ്റർ ആണ് അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1.5 റൗണ്ടിൽ നമ്മൾ ഫുള്ള് ഒരു വട്ടം നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്യുന്നു. അതായത് എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ വന്നു, അതായത് ഫുൾ ഒരു പെരിമീറ്റർ. പിന്നെയോ ഹാഫ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ആണ് അല്ലേ? ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. അപ്പം സ്ക്വയറിന്റെ പെരിമീറ്റർ എന്താണ്? 4 ഇൻറ്റു സൈഡ്. 4 ഇൻറ്റു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 അല്ലേ? 20 പ്ലസ് ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ഈസ് ഹാഫ് ഓഫ് 20, ദാറ്റ് ഈസ് 20 പ്ലസ് 10, ദാറ്റ് ഈസ് എത്രയാണ്? 30 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഇനി നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാലോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പം ഇതായിരുന്നു ഇനിഷ്യൽ പൊസിഷൻ. 1.5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? ഇതിന്റെ ഡയഗണലാണ് അല്ലേ? ഡയഗണലാണ്. കാരണം നമ്മൾ ആദ്യത്തെ റൗണ്ട് ഇവിടെ മുതൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കിന് ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? ഫസ്റ്റ് റൗണ്ടിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. കാരണം നമ്മൾ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് തുടങ്ങി അതേ ഇനിഷ്യൽ പൊസിഷനിലാണ് ഫൈനൽ പൊസിഷൻ വരുന്നത്. അപ്പം ഫസ്റ്റ് റൗണ്ടിൻ്റെത് 0 ആണ്. പിന്നെ സെക്കൻഡ് റൗണ്ടിന്റെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സെക്കൻഡ് റൗണ്ട് ഹാഫ് റൗണ്ട് ആണ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് റൗണ്ട് ഹാഫ് റൗണ്ട് ആണ്, അതായത് ഫുൾ റൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഹാഫ് റൗണ്ട് വരുമ്പോൾ ഈ ഒരു കോർണറിലാണ് വരുന്നത്. അപ്പോൾ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇൻ എ സ്ക്വയർ ഓർ ഇൻ എ റെക്റ്റാങ്കിൾ ഈസ് ദ ഡയഗണൽ.
ഓക്കെ, അപ്പോൾ ഇവിടെ 5 കിലോമീറ്റേഴ്സ് ആണ്, ഇവിടെയും 5 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് സിംപ്ലി പറയാം, 25 + 25 ഈസ് 50. അപ്പം 50യുടെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ എന്താണ് 5√2. അപ്പോൾ ഇവിടെ 5 × √2 കിലോമീറ്റേഴ്സ് ആണ് ആക്ച്വലി ഇത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 5√2 കിലോമീറ്റർ, ഡിസ്റ്റൻസ് 30 കിലോമീറ്റർ. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് സർക്കിളിൽ നോക്കാം. ഈ സർക്കിളിൽ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഇതൊരു പോയിന്റ് എ ആയിട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഈ സർക്കിളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദ ഓബ്ജെക്ട്. സോ ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സർക്കംഫറൻസ് ആണ് അല്ലേ? സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്താണ് ഈ ഒരു സർക്കിളിൽ? 2πr. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ r അല്ലേ? അപ്പോൾ 2πr ആണ് ഒരു നമ്മൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയും നമ്മൾ 1.5 റൗണ്ട് ആണ് നമ്മൾ ട്രാവൽ ചെയ്തതെന്നിരുന്നോട്ടെ. 1.5 റൗണ്ട് ആണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു സർക്കംഫറൻസ് പ്ലസ് ഹാഫ് ഓഫ് ദ സർക്കംഫറൻസ് അല്ലേ? ഇതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ്. അതായത് എന്താണ് 2πr പ്ലസ് ഇവിടെ 2ഉം 2ഉം ക്യാൻസലായി πr എന്ന് പറയും. അതായത് 3πr. ഇതാണ് ഇവിടെ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. മനസ്സിലായോ? 3πr ആണ് ഇവിടെ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. അതായത് 1.5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരാൾ 3πr ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് അയാൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. വീണ്ടും ഞാൻ പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരാൾ ഇപ്പോൾ 1.5 റൗണ്ട് കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എയിൽ നിന്നും തുടങ്ങി എയിലെത്തുമ്പോൾ ഫസ്റ്റ് റൗണ്ട് അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് തിരിച്ച് ഇനിഷ്യൽ പൊസിഷനിൽ എത്തുകയാണ്. അപ്പോൾ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും ഒറിജിൻ ആകുകയാണ്. അതായത് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആണ്. ഇനി ഹാഫ് റൗണ്ട് ആണ് കവർ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തിയെന്നിരുന്നോട്ടെ. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആണ് ഹാഫ്, ഈ ഒരു സർക്കിളിന്റെ ഹാഫ്, അതായത് സെമി സർക്കിൾ ആയെന്ന് അർത്ഥം അല്ലേ? ഹാഫ് ഓഫ് ദ സർക്കിൾ ഈ സെമി സർക്കിൾ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് ഹാഫായി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ്. ഓക്കെ, ഡയമീറ്റർ ആയിരിക്കും ഇതിന്റെ ഷോർട്ട്. അല്ലാതെ ഈ ഒരു സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ല ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് 2r. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 2r, ഇവിടുത്തെ ഡിസ്റ്റൻസ് 3πr. അപ്പോൾ 1.5 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3πr-ഉം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 2r-ഉം. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഒരു സർക്കുലർ മോഷനിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. പക്ഷെ ഡിസ്റ്റൻസ് അതിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. ഓർത്തിരിക്കുക എപ്പോഴും, ഡിസ്റ്റൻസ് സർക്കംഫറൻസും ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഇത്രയും കാര്യം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? റെസ്റ്റ്, പൊസിഷൻ, റെഫറൻസ് പോയിന്റ് ഓർ ഒറിജിൻ, പിന്നെ മോഷൻ അല്ലേ? പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, 2 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, സ്കെലാറും വെക്ടറും. പിന്നെ നമ്മൾ പഠിച്ചത് മോഷൻ, അതായത് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ ആൻഡ് ടൈം. ഇത്രയും 6 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ മോഷൻ എന്ന ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആയിരുന്നു. 4 ഡിഫറൻസ് നമ്മൾ പഠിച്ചു ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിൻ്റെയും. ഈ 4 ഡിഫറൻസും കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം പല രീതിയിലും. നമ്മൾ ഒരു എൽ ഷേപ്പ് പാത്തിൽ അത് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചു ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു മൂവ്മെൻറ്റോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് സർക്കുലർ മോഷനിലാണ്. അപ്പം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതായത് ഒരു ട്രാക്കിലൊക്കെ ഒരു അത്ലീറ്റ് ഓടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ അത്ലീറ്റിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതും ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുന്നതും എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ബൈ ബൈ.